മൈതാനവും എതിരാളികളും ഗെയിം പ്ലാനുകളും മാറി മാറി വരുന്നു. ലീഗ് മത്സരം പിന്നിട്ട് IPL പോരാട്ടം പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ 22 വാര പിച്ചിൽ ആ 15-കാരന്റെ ഇന്റന്റിനെ മാറ്റമൊന്നുമില്ല. ആ ബാറ്റിൽ നിന്ന് ഇടവേളകളില്ലാതെ പന്തുകൾ ഗാലറിയിലേക്ക് പറന്നിറങ്ങുന്നു. ഫിയർലെസ് ബാറ്റിംഗിലൂടെ, ബൗളർമാരുടെ നെഞ്ചിടിപ്പേറ്റുന്ന സ്ട്രൈക്ക് റേറ്റിലൂടെ അതങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യെസ്, 19ാം പതിപ്പ് IPL ഇതാ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു. വൈഭവ് സൂര്യവംശി, ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. വൈഭവിനെ തളയ്ക്കാൻ ഞങ്ങളുടെ കൈവശം ഒന്നിലധികം ബൗളിംഗ് പ്ലാനുകളുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് കളി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഇത്തരം ബാറ്റർമാർക്കെതിരെ പ്ലാൻ ബിയും സിയും എല്ലാം ആവശ്യമാണ്. രാജസ്ഥാൻ റോയൽസിനെതിരായ എലിമിനേറ്ററിനെ തൊട്ടു മുൻപായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരുപക്ഷെ വൈഭവിനെ വീഴ്ത്തിയാൽ വിജയത്തിലേക്കുള്ള പാതി പിന്നിട്ടെന്ന വിശ്വാസവും ഓസീസ് പേസറുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. എന്നാൽ ഹൈദരാബാദ് നായകന്റെ പ്ലാൻ പാളുന്നതിന്റെ സൂചന ആദ്യ ഓവറിൽ തന്നെ ഇടം കയ്യൻ ഓപ്പണർ നൽകുന്നതാണ് കണ്ടത്. കമ്മിൻസ് എറിഞ്ഞ ആദ്യ ഓവറിലെ അവസാന പന്ത് 141 കിലോമീറ്റർ വേഗതയിലെത്തിയ ഔട്ട്സൈഡ് ഓഫ് ഡെലിവറിയെ ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ ഗാലറിയിലേക്ക് പറഞ്ഞയച്ച് വൈഭവ് നൽകിയത് കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. വരാനിരിക്കുന്നതിന്റെ സാമ്പിൾ ഡോസ്. രണ്ടാം ഓവർ എറിയാൻ കമ്മിൻസ് പന്തേൽപ്പിച്ചത് വിശ്വസ്ത പേസർ ഇഷാൻ മലിംഗയെ. സീസണിൽ ഇതുവരെ SRHനായി ബ്രേക്ക് ത്രൂ വിക്കറ്റ് നേടിക്കൊടുത്ത ശ്രീലങ്കൻ ബോളറെ കൊണ്ടുവന്നതിലൂടെ വൈഭവിന്റെ വിക്കറ്റ് തന്നെയായിരുന്നു ക്യാപ്റ്റന്റെ മനസ്സിൽ. ആദ്യ 4 പന്തുകൾ നേരിട്ട ശേഷം യശസ്വി ജയ്സ്വാൾ സ്ട്രൈക്ക് വൈഭവിന് നൽകി. ലോ ഫുൾ ടോസ് എറിഞ്ഞാണ് മലിംഗ താരത്തെ എതിരേറ്റത്. ഡോട്ട് ബോൾ. അവസാന പന്ത് 140 കിലോമീറ്റർ വേഗതയിൽ ഒരു ഷോർട്ട് ബോൾ. വൈഭവിന്റെ ദൗർബല്യം മുതലെടുത്തുള്ള കൃത്യമായ പ്ലാൻ. എന്നാൽ അതിന്റെ എക്സിക്യൂഷൻ ഒട്ടും കൃത്യമായില്ല. ലെങ്ത് നേരത്തെ പിക്ക് ചെയ്ത വൈഭവ് സ്ക്വയറിന് മുകളിലൂടെ പന്തിനെ ഗാലറിയിലേക്ക് തിരിച്ചുവിട്ടു. ഹൈദരാബാദ് പേസറുടെ കോൺഫിഡൻസ് ചോർത്തുന്ന ഹാർഡ് ഹിറ്റ്. കമ്മിൻസ് എറിഞ്ഞ 3ാം ഓവർ വൈഭവിന്റെ ബാറ്റിംഗ് താണ്ഡവത്തിന്റെ പീക്ക് എക്സിബിഷനായി മാറുന്നതാണ് കണ്ടത്. 3 സിക്സറും 1 4ഉം സഹിതം ആ ഓവറിൽ RR സ്കോർ ബോർഡിൽ ചേർന്നത് 25 റൺസ്. തന്റെ എക്സ്പീരിയൻസ് മുഴുവൻ എടുത്ത് ഓസീസ് പേസർ പന്തെറിഞ്ഞെങ്കിലും ഒരു 15-കാരന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അതെല്ലാം നിഷ്പ്രഭമാകുകയായിരുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. തന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ വൈഭവിന്റെ ബാറ്റ് ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. സാകിബ് ഹുസൈൻ എറിഞ്ഞ 4ാം ഓവർ. 2 മൈൽ സ്റ്റോണുകളിലേക്കാണ് വൈഭവ് ഈ സമയം നടന്നു കയറിയത്. SRH യങ് പേസറുടെ സ്ലോവർ ബോൾ വൈഡ് ലോങ് ഓഫിലൂടെ ഗാലറിയിലേക്ക്. സീസണിൽ വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പറക്കുന്ന 60ാം സിക്സർ. സാക്ഷാൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിന്റെ പേരിലുള്ള റെക്കോർഡാണ് ആ നിമിഷം പഴങ്കഥയായത്. 2012-ൽ ഗെയിൽ ആ റെക്കോർഡ് പടുത്തുയർത്തുമ്പോൾ 1 വയസ്സ് മാത്രമാണ് വൈഭവിന്റെ പ്രായമെന്ന് കൂടി ഓർക്കണം. ഓരോ സീസണിലും ബിഗ് ഹിറ്റർമാർ ഒരുപാട് വന്നും പോയും ഇരുന്നെങ്കിലും ഒരു പതിറ്റാണ്ടായി ആർക്കും തൊടാനാവാത്ത റെക്കോർഡാണ് തന്റെ 2ാമത്തെ മാത്രം സീസണിൽ വൈഭവ് മറികടന്നത്. തൊട്ടടുത്ത പന്തിൽ മറ്റൊരു സിക്സർ കൂടി പറത്തി മറ്റൊരു അർദ്ധശതകത്തിലും തന്റെ പേരെഴുതി ചേർത്തു. ഇതിനായി നേരിട്ടതാകട്ടെ വെറും 16 പന്തുകൾ. സീസണിൽ 4ാം 50. IPL പ്ലേ ഓഫിലെ അതിവേഗ അർദ്ധശതകമെന്ന നേട്ടത്തിൽ സുരേഷ് റെയ്നയുടെ റെക്കോർഡിനൊപ്പം എത്താനും ഈ ഇന്നിംഗ്സിലൂടെ വൈഭവിനായി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം എല്ലാം ശരവേഗത്തിലായിരുന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ റോയൽ സ്കോർ ബോർഡിൽ 80 റൺസ്. 7ാം ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ 96 റൺസായി കഴിഞ്ഞിരുന്നു. വൈഭവ് 23 പന്തിൽ 71. പ്രഫുൽ ഹിംഗെ എറിഞ്ഞ 8ാം ഓവറിൽ വൈഭവ് വീണ്ടും കത്തിക്കയറി. ബാക്ക് ടു ബാക്ക് സിക്സറുകൾ. മറ്റൊരു റെക്കോർഡ് കൂടി രാജസ്ഥാൻ ഓപ്പണർക്ക് തൊട്ടരികെ. IPL-ലെ അതിവേഗ സെഞ്ചുറിക്കായി ഇനി വേണ്ടത് 3 റൺസ്. പ്രഫുൽ ഹിംഗെ എറിഞ്ഞ ഷോർട്ട് ബോളിനെ അപ്പർ കട്ടിലൂടെ ബൗണ്ടറി നേടാനുള്ള ശ്രമം പാളി. നേരെ SRH ഫീൽഡറുടെ കൈകളിൽ. ഗെയിലിന്റെ മറ്റൊരു റെക്കോർഡ് നേട്ടം കയ്യെത്തും ദൂരെ നഷ്ടമായതിന്റെ നിരാശ ആ മുഖത്തപ്പോൾ കാണാമായിരുന്നു. ഗാലറി ഒരു നിമിഷം നിശബ്ദതയിലേക്ക് വഴിമാറി. പിന്നീട് നിർത്താത്ത കരഘോഷങ്ങൾ. ഒരുപക്ഷെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആരാധകർ പോലും ആ സെഞ്ചുറി ആഗ്രഹിച്ചു കാണണം. ഒടുവിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ മറ്റൊരു മാസ്മരിക ഇന്നിംഗ്സ് പൂർത്തിയാക്കി വൈഭവ് ഡെഗൌട്ടിലേക്ക് നടന്നെടുത്തു. 2 ദിവസം മുൻപാണ് ഇംഗ്ലീഷ് താരവും കമന്റേറ്ററുമായ കെവിൻ പീറ്റേഴ്സിന്റെ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ തന്റെ സ്വപ്നത്തെക്കുറിച്ച് കൗമാരക്കാരൻ വാചാലനായത്. T20-ൽ ഡബിൾ സെഞ്ചുറി നേടുക എന്നതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുമ്പോൾ ആ കണ്ണുകളിൽ തിളക്കം കാണാമായിരുന്നു. 175 റൺസ് എന്ന ഗെയിലിന്റെ റെക്കോർഡ് തന്നെയാണ് തന്റെ ടാർഗറ്റ് എന്നും വൈഭവ് അഭിമുഖത്തിൽ പറയുന്നു. ഇതൊരൽപ്പം കടന്നുപോയില്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. തന്റെ ദീർഘകാല കരിയറിൽ പടിപടിയായി ഗെയിൽ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് മറികടക്കൽ അത്ര ഈസിയല്ല എന്ന കാര്യവും ശരിയാണ്. എന്നാൽ KPയുമായി നടത്തിയ ആ പ്രതികരണത്തിനു ശേഷം നടന്ന ആദ്യ മാച്ചിൽ തന്നെ ഗെയിലിന്റെ സിക്സർ റെക്കോർഡ് മാച്ച് കളയാൻ വൈഭവിനായി. ഇന്നല്ലെങ്കിൽ നാളെ IPL-ലെ ഒരു പിടി റെക്കോർഡുകൾ ആ പയ്യൻ സ്വന്തമാക്കുന്നതിന്റെ സൂചന കൂടിയായിരുന്നു
മുല്ലൻപൂരിലെ പോയ രാത്രി. സീസണിൽ ഇതുവരെ 15 ഇന്നിംഗ്സിൽ നിന്നായി വൈഭവ് അടിച്ചെടുത്തത് 680 റൺസാണ്. സായ് സുദർശനെ പിന്തള്ളി ഓറഞ്ച് ക്യാപ് റേസിൽ ഒന്നാമത്. സ്ട്രൈക്ക് റേറ്റ് 240 മുകളിൽ, 2 50യും 1 സെഞ്ചുറിയും. ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിന്റെ മുഖ്യശില്പിയും വൈഭവ് തന്നെയെന്ന് നിസ്സംശയം പറയാം. ചില മനുഷ്യർ ചരിത്രം തിരുത്തിക്കുറിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്നവരാണ്. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നവർ. ബീഹാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരുംകാല വാഗ്ദാനം എന്ന നിലയിലേക്കുള്ള അവന്റെ ട്രാൻസ്ഫോർമേഷൻ വെറുമൊരു വിജയകഥ മാത്രമല്ല, കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വൈകാരികമായ ഒരു പോരാട്ടം അതിന് പിന്നിലുണ്ട്. ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റിയ ഒരു അച്ഛന്റെ സ്വപ്നത്തിലേക്കുള്ള മകന്റെ ജൈത്രയാത്ര. 9-ാം വയസ്സിൽ കൂടുതൽ മികച്ച പരിശീലനത്തിനായി ജന്മനാട് വിടുമ്പോൾ ആ കുഞ്ഞു ഹൃദയത്തിൽ നിറയെ ക്രിക്കറ്റ് മാത്രമായിരുന്നു. 12-ാം വയസ്സിൽ ബീഹാറിനായി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർക്കും യുവരാജ് സിംഗിനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അവൻ തുടങ്ങി. വൈകാതെ രാജസ്ഥാൻ റോയൽസ് റഡാറിലും എത്തി. പിന്നീട് അങ്ങോട്ട് പടിപടിയായി ഉയർന്ന ആ ക്രിക്കറ്റ് ഗ്രാഫ് ഒടുവിൽ IPL പ്ലേ ഓഫ് വരെ എത്തി. ഇതൊരു തുടക്കം മാത്രമാണ്, വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ഇന്ത്യൻ ജേഴ്സിയിൽ ഈ ഇടം കയ്യൻ ബാറ്റർ ലോകം കീഴടക്കുന്നത് കാണാൻ രാജ്യം കാത്തിരിക്കുകയാണ്. ആകാശത്ത് സൂര്യൻ ഉദിച്ചുയരുന്നതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാനിൽ വൈഭവ് സൂര്യവംശി എന്ന സൂര്യൻ ഇനിയും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കാം മറ്റൊരു ഫിയർലെസ് ബാറ്റിംഗിനായി, റെക്കോർഡ് പ്രകടനത്തിനായി.